സ്വന്തം ജീവൻ ബലി നൽകി സഹസന്യാസിനിമാരെ കടലിൽ നിന്ന് രക്ഷിച്ച ബ്രസീലിയൻ കന്യാസ്ത്രീ സിസ്റ്റർ നാദിർ സാന്റോസ് ഡിസിൽവയ്ക്ക് കണ്ണീരോടെ വിട. ഇറ്റലിയിലെ സിസിലിയിലുള്ള കറ്റാനിയ തീരത്തുണ്ടായ അപകടത്തിലാണ് കർമലൈറ്റ് സിസ്റ്റേഴ്സ് മെസ്സഞ്ചേഴ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് സഭാംഗമായ സിസ്റ്റർ നാദിർ മരണപ്പെട്ടത്. മെയ് 11 കറ്റാനിയ തീരത്ത് നടക്കിയ ആ ദാരുണ സംഭവം. തീരത്തിനടുത്ത് വെള്ളത്തിലൂടെ നടക്കുകയായിരുന്ന സന്യാസിനിമാർ പെട്ടെന്ന് മണൽത്തിട്ട ഇടിഞ്ഞ് ആഴമേറിയ ഭാഗത്തേക്ക് വീഴുകയായിരുന്നു. ശക്തമായ തിരമാലകളിൽ സഹസന്യാസിനിമാർ അപകടത്തിൽപ്പെട്ടത് കണ്ട സിസ്റ്റർ നാദിർ ഒട്ടും വൈകിയില്ല. അവരെ രക്ഷിക്കാനായി കടലിലേക്ക് ചാടുകയായിരുന്നു. സഹസന്യാസിനിമാരെ സുരക്ഷിതമായി കരക്കെത്തിക്കാൻ സിസ്റ്റർക്ക് സാധിച്ചെങ്കിലും ശക്തമായ ഒഴുക്കിൽപ്പെട്ട് സിസ്റ്റർ നാദിർ വെള്ളത്തിൽ താണുപോവുകയായിരുന്നു. കരയിലെത്തിച്ച് കൃത്രിമ ശ്വാസം നൽകാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽപ്പെട്ട മറ്റൊരു സിസ്റ്റർ നിലവിൽ സിസിലിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 1980 ബ്രസീലിലെ ബാഹിയയിലുള്ള ഒരു കുടുംബത്തിലാണ് സിസ്റ്റർ നാദിർ ജനിച്ചത്. കൗമാരപ്രായത്തിൽ കടുത്ത മാനസിക വിഷമങ്ങളിലൂടെ കടന്നുപോയ സിസ്റ്റർ 15-ാം വയസ്സിൽ ലഭിച്ച ശക്തമായ ദൈവിക പ്രചോദനത്തിലൂടെയാണ് വിശ്വാസ വഴിയിലേക്ക് തിരിച്ചെത്തുന്നത്. 1999 സന്യാസ വഴി തിരഞ്ഞെടുത്ത സിസ്റ്റർ സംഗീതത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയും സുവിശേഷം പങ്കുവയ്ക്കാൻ തന്റെ ജീവിതം മാറ്റിവെച്ചു. 2004 മുതൽ ഇറ്റലിയിലെ മിഷണറി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. 2019 ബ്രസീലിൽ തിരിച്ചെത്തിയ അവർ അനേകം യുവ സന്യാസിമാരുടെ രൂപീകരണത്തിലും നിർണായക പങ്കുവഹിച്ചു. സിസ്റ്റർ നാദിറിന്റെ വേർപാടിൽ കറ്റാനിയ ആർച്ച് ബിഷപ്പ് ലൂയിഗി റെന ആഴമായ ദുഃഖം രേഖപ്പെടുത്തി. സ്വന്തം സഹോദരിമാർക്കായി ജീവൻ വെടിഞ്ഞ സിസ്റ്ററിന്റെ പ്രവൃത്തി സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമാണെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. കുടുംബാംഗങ്ങളുടെ അനുമതിയോടെ സിസ്റ്റർ നാദിറിന്റെ ഭൗതിക ശരീരം സിസിലിയയിൽ തന്നെയാണ് സംസ്കരിച്ചത്. അവരിനു വേണ്ടി സ്വന്തം ജീവൻ തന്നെ നൽകി സ്നേഹത്തിന്റെ ഉത്കൃഷ്ട മാതൃക കാണിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായ സിസ്റ്ററിന്റെ ജീവിതം അനേകർക്ക് ക്രിസ്തുവിന്റെ പാത തിരഞ്ഞെടുക്കുവാൻ പ്രചോദനമായി മാറട്ടെ.